ഈ പേപ്പറൊക്കെ കിട്ടി കഴിയുമ്പോൾ നമ്മൾ പിള്ളേരോട് ചോദിക്കുകയാണ് മാർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, ടീച്ചറെ കുഴപ്പമില്ല, എല്ലാത്തിനും നല്ല മാർക്കുണ്ട്, മാത്സിന് മാത്രം ഇത്തിരി കുറവാണ്. അപ്പോൾ ഈ മാത്സിന് മാർക്ക് കൂടുതൽ കിട്ടാൻ എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, തിയറീസ്, ഫോർമുലാസ് കാണാതെ പച്ചവെള്ളം പോലെ പഠിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി പഠിക്കുക. ഫോർ എക്സാമ്പിൾ, പൈതഗോറസ് തിയറം എല്ലാവർക്കും അറിയാം, A²+B²=C². പക്ഷെ അങ്ങനെയല്ല അത് പഠിക്കേണ്ടത്. ഒരു ലാഡർ ഒരു ചുമരിൽ നമ്മൾ ചാരി വെച്ചിരിക്കുകയാണ്. സോ ദാറ്റ് ഇറ്റ് ഫോംസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അങ്ങനെയാണെങ്കിൽ ഈ ലാഡറാണ് ഹൈപ്പോട്ടനോസ്. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ മാത്സ് പ്രോബ്ലം ചെയ്തിരിക്കണം. അത് മാത്സ് പീരീഡ് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല, എന്നാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 10 സമ്മെങ്കിലും ഒരു ദിവസം ചെയ്യണം. അതെന്തിനാണെന്നറിയോ? ആ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. ലോജിക്കലി അത് തിങ്ക് ചെയ്ത് എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അതുപോലെ തന്നെ അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ടൈം മാനേജ്മെൻറ്റ് കിട്ടും. ഇങ്ങനെയുള്ള കുറേ സൈക്കോമോട്ടർ സ്കിൽസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രോബ്ലംസ് ചെയ്യുമ്പം ആദ്യം ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള എക്സസൈസ് അതുപോലെ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം എക്സസൈസുകൾ അത് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക, കാരണം അത് ടെക്സ്റ്റിനകത്ത് ഇല്ല. അതും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു റെഫറൻസ് ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ഹൈ ഓർഡർ തിങ്കിങ് സ്കില്ലുള്ള പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് തറോ ആവും. ഇനി ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുക. അതെന്താണെന്നറിയോ? ഫോർ എക്സാമ്പിൾ, റെഗുലറായിട്ട് ഇപ്പം LCM HCF ചെയ്യുമ്പോൾ പിള്ളേർക്ക് കൺഫ്യൂഷനാണ്, എവിടെയാണ് LCM എടുക്കുക, എവിടെയാണ് HCF എടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് തെറ്റുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി വയ്ക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എവിടെ മീറ്റ് ചെയ്യും എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് LCM വരിക. അതേപോലെ നമ്മളൊരു കേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വിത്തൗട്ട് എനി ബാലൻസ് ഡിവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണ് HCF വരിക. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ മിസ്റ്റേക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല. പിന്നെ ഏറ്റവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, സ്റ്റെപ്പുകൾ ചാടി പോവാതിരിക്കുക. ചെയ്ത് തന്നെ ഈ റിസൾട്ടിലേക്ക് എത്തുക. നിങ്ങൾക്കറിയാമല്ലോ, സ്റ്റെപ്പ് നമ്മൾ 4 ഒരുമിച്ച് ചാടി എന്ത് പറ്റും? മുഖം കുത്തി വീഴുമല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്സിൽ നല്ല മാർക്ക് കിട്ടും കേട്ടോ. താങ്ക് യു.